ചെയ്യാം, കുറച്ച് പാട്ടൊക്കെ കേൾക്കാമെന്ന് വിചാരിച്ചു. വേറെ ആരുമല്ല, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോബ് കുര്യൻ. ജോബ്, സന്തോഷം, കുറേ കാലത്തിന് ശേഷം വീണ്ടും കാണുന്നു. കുറേ വിശേഷം. അതിൽ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ ചായ് വിത്ത് ടോസ്റ്റ്. സർപ്രൈസ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒരു ദേശീയ തലത്തിലൊക്കെ വളരെ അറിയപ്പെടുന്ന വളരെ വലിയ ഓഡിയൻസ് ഉള്ള ഒരാളുടെ കൂടെ പെട്ടെന്ന് ആ ഒരു ടീമിൻ്റെ കൂടെ ജോബിൻ്റെ ഒരു പ്രസൻറ്റ്, അതും ജോബിൻ്റെ ഏറ്റവും എന്താ പറയുക മുഖമുദ്രയുള്ള അല്ലെങ്കിൽ സിഗ്നേച്ചർ ഉള്ള ഒരു ഏലിയൻ പാട് ഈ സ്ഥലത്തൊക്കെ വരുമ്പോൾ അല്ലേ, അതിനോടൊക്കെ വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീലൊക്കെയാണ്. അപ്പോൾ ഓണൊക്കെ ആയിട്ട് എന്താണ് പരിപാടി? ഓണമൊക്കെ ആയിട്ട് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പാടുക, അതാണ് അങ്ങനെ യാത്രകളുണ്ട്. അപ്പോൾ അതാണ് ഓണം വിഷയം. നമ്മളെ സംബന്ധിച്ചോളം ആസ് ആർട്ടിസ്റ്റ് ഏറ്റവും സന്തോഷം ഇതുപോലത്തെ ഫെസ്റ്റിവൽസാണ്. എല്ലാ രീതിയിലും നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതും അല്ലേ, പെർഫോം ചെയ്തും ഒക്കെയല്ലേ. അപ്പം നമ്മുടെ പ്രേക്ഷകർ അതുപോലെ ആസ്വദിച്ചും അവരുടെ വെക്കേഷൻ ടൈമിലും ഒക്കെ നമുക്ക് അല്പം മ്യൂസിക് കൊണ്ട് അവരെ സന്തോഷപ്പെടുത്താൻ പറ്റും. ഇന്നലെ ജോബിന്റെ ഒരു കോൺസെർട്ട് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ ടിക്കറ്റ് നോക്കി കിട്ടിയില്ല, ഫുൾ സോൾഡ് ഔട്ട്. അതൊക്കെ ഒരു അങ്ങനെ പ്രേക്ഷകർ വന്നപ്പോൾ എനിക്കും വളരെ സന്തോഷം. അല്ല, മുമ്പായിരുന്നെങ്കിൽ നമ്മൾ ഓഡിയൻസ് ഉണ്ടാവുമോ അങ്ങനെ ആശങ്കയായിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഹിന്ദി മ്യൂസിക് അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന വർക്കുകൾ കാണാനും അപ്രീഷിയേറ്റ് ചെയ്യാനും ആളുകൾ വരുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. അതായത് ഒരു കാലത്ത് ഇട്ട എഫേർട്ടിന് നമുക്കൊരു അനുഗ്രഹം കിട്ടുന്ന പോലെയാണ്. പ്രേക്ഷകരാണല്ലോ നമ്മളുടെ ബ്ലെസ്സിങ്. കറങ്ങി അവർ കേട്ടില്ലെങ്കിൽ ഒരു പോയിന്റ് ഇല്ലല്ലോ. അവർ കേൾക്കാൻ വരിക അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കാണാൻ വരിക എന്നൊക്കെ പറയുന്നത് പരിഷ്കാരത്തിന് കണ്ണട വെക്കുന്നതല്ല, കണ്ണ് തുറക്കാൻ പറ്റാത്ത നല്ല ഓണവെയിൽ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇത് ഇത്രയും വെയിലുണ്ടാവും എന്നറിയില്ല. ഈ ഞാൻ ചോദിക്കുക, നമ്മൾ ഓരോ പാട്ട് ചെയ്യുമ്പോഴും ആ ചെയ്യണ സമയത്ത് എനിക്കറിയാം ജോബിനെ പോലെ വളരെ എന്താ പറയുക ഓണസ്റ്റായി അതിനുവേണ്ടി പരമാവധി പ്രയത്നിച്ച് പാട്ട് ചെയ്യുന്ന ഒരാളാണ് ജോബ്. അപ്പോൾ ചിലപ്പോൾ ആ പാട്ട് അപ്പം ശ്രദ്ധിക്കപ്പെടാതെ പോവാം, അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കാം. പക്ഷെ ഏതാണ്ട് ഒരു 10 കൊല്ലത്തിന് ശേഷം അത് ഹിറ്റാവുക എന്നല്ല പറയേണ്ടത്, അതൊരുമാതിരി എവിടെ തിരിഞ്ഞാലും കണ്ണോട് കണ്ണായിടാം അല്ലേ, ഓളങ്ങളിൽ എന്നൊക്കെ അല്ലാണ്ട് കേൾക്കാത്ത ഒരവസ്ഥ. ഈ പ്രോസസ്സ് എങ്ങനെയായിരുന്നു അന്ന് തിരിച്ചറിഞ്ഞത്? അതായത് ഇത് ഹിറ്റാവുന്നു നമ്മൾ സാധാരണ വൈറലാവുന്നതൊക്കെ തിരിച്ചറിയുന്ന നമുക്ക് തന്നെ ആൾക്കാർ കുറച്ച് അയച്ചു തരും. അപ്പം അതെങ്ങനെ ഹിറ്റായത് അറിയുന്നുണ്ടായിരുന്നു? ഒരു പിടുത്തമല്ല ശ്രീജ, അത് എങ്ങനെ എനിക്ക് തോന്നുന്നു ഏതൊക്കെയോ റീൽസ് ഞാൻ ലാപ്പത്ത ലേഡീസ് അതിൻ്റെ ഒരു ഏതോ ഒരു സീന് ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഒരു സീനില്ല, അതും ഈ പാട്ടുമായിട്ട് ഇട്ടിട്ടൊരു ഏതോ ഒരു റീല് കണ്ടിരുന്നു. പിന്നെ അന്നയും റസൂലും ആ സിനിമയുടെ ചില ക്ലിപ്സ് ഏതൊക്കെയോ വെച്ചാൽ ഈ പാട്ടിട്ട്. പിന്നെ ദിൽഷാദ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, എനിക്കൊന്നൊരു കാശ്മീരി ആർട്ടിസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട് ദിൽഷാദ് എന്ന് പറഞ്ഞിട്ട്. അത് ആ ഒരു ഹാർമോണിക് മൈനർ അങ്ങനത്തെ ഒരു മൂഡ്, സിമിലർ മൂഡാണ് അത്. ഈ അടുത്തിറങ്ങിയൊരു പാട്ട്, അത് കുറേ മലയാളീസ് ഇഷ്ടപ്പെട്ടതായിട്ട് എൻ്റെ ഇതിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതുമായിട്ട് ഇതിൻ്റെ ഒരു പ്രോഗ്രഷന് സാമ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു മൂഡ് അത്. അപ്പോൾ അങ്ങനെ അത് രണ്ടും കൂടെ എടുത്ത് ഞാൻ കണ്ടു. ഒരു 3 റീലേ ഞാൻ കണ്ടു. പിന്നെ ഞാൻ ചോദിച്ചാൽ കുഴപ്പമില്ല, ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു വിചാരിച്ചിട്ട് US ഒരു ട്രിപ്പെല്ലാം യാത്ര ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയിട്ട് ഇടയ്ക്ക് വെച്ച് നോക്കുമ്പോഴേക്കും ഞാനും പുള്ളിക്കാരിയും കൂടെ വൈഫും കൂടെ ഇരിക്കുന്നൊരു ഫോട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. ഇങ്ങനെയാണ് കണ്ണോട് കണ്ണായിടം ഇങ്ങനെയാണ് ഉണ്ടായത്, പുള്ളിക്കാരിക്ക് ഡെഡിക്കേറ്റ് ചെയ്തതാണ് കമ്പോസ്. ആ പോസ്റ്റ് ഇതുവരെ ചെയ്ത ഒരു പോസ്റ്റിനകത്ത് അപ്പോൾ എനിക്ക് മനസ്സിലായി പാട്ട് അത് ഇങ്ങനെ കയറി വന്നിട്ടുണ്ട്. ഞാൻ പുള്ളിക്കാരെ വിളിച്ചിട്ട് എടി എന്താ സംഭവിക്കുന്നത്, ഇത് എനിക്ക് മനസ്സിലായി എന്തൊരു വിശ്വാസം ആ സാറേ കറക്റ്റ് അല്ല ലിറ്ററലി. അത് ഞാൻ പിന്നെ വിചാരിക്കുന്നത് അതൊരു എന്തൊക്കെ പറഞ്ഞാൽ അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട് എല്ലാ സെഷനും. അതെപ്പോഴും അതിന് അർഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കലയുടെ ഒരു കാര്യം അങ്ങനെയാണ്. ചില സിനിമയൊക്കെ പറയില്ലേ ഇത് തിയേറ്ററിൽ അയ്യോ അന്ന് കണ്ടില്ല മിസ്സായി. പത്മനാഭൻ സാറ് തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ. സാറിൻ്റെ ഇറങ്ങിയ സമയത്ത് അന്ന് തിയേറ്റേഴ്സിൽ അത്ര അപ്രിഷിയേറ്റഡ് ആവാത്ത സിനിമകളാണ് ഇന്ന് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പുള്ളിയുടെ ഒരു ക്ലിപ്പ് തന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഒരു സംഭവം ഉണ്ടല്ലോ. പുള്ളി പറയുന്നൊരു താങ്കൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലെയാണ് ചിലപ്പോൾ 100 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം കലയുടെ അതിനാ ഒരു ഇത് കിട്ടുന്നു, അംഗീകാരം കിട്ടുക എന്നൊക്കെ പറയുന്നത്. ശരിക്കും അപ്പോൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മളെ കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. ആത്മാർത്ഥമായിട്ട് അപ്രോച്ച് ചെയ്യുക. ബാക്കി ചിലപ്പം വരാതിരിക്കാം. നമ്മൾ ഹാപ്പി ആണോ എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി. അത് ചെയ്യുന്ന പ്രോസസ്സിൽ നമുക്കത് പൂർണ്ണമായും ഓക്കെ ആണോ എന്നുള്ളതാണ് എൻ്റെ എപ്പോഴുള്ള
കാരണം കൂടുതൽ നമ്മൾ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുമ്പം അതൊരിക്കലും പ്യുവർ അല്ലാതായിപ്പോവും. പ്യുവറസ്റ്റ് അപ്രോച്ച് ആവില്ല. അതൊരു താൽക്കാലികമായിട്ട് അവരെ നമ്മൾ സോപ്പിടാൻ പോകുന്ന ഒരു സംഭവമാണ്. അത് പ്രേക്ഷകന് അറിയാം. അവർ കറക്റ്റായിട്ട് അവർക്കറിയാം ഇത് തൽക്കാലം തട്ടിക്കൂട്ടിയതാണ്, കുറച്ച് ദിവസം കേൾക്കാം, അത് പിന്നെ അവർ വിടും. അവർക്കറിയാം അത്. അതൊരു വലിയ ഒരു എനിക്ക് തോന്നുന്നത് പലർക്കൊരു ഒരു പക്ഷേ അവരുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ വിഷമിക്കുന്ന ആളുകൾക്കൊക്കെ അത് തിരിച്ചറിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ അത് ഉറപ്പായിട്ട് ഞാൻ പറയാറുണ്ട്. ആരായാലും എൻ്റെ അടുത്ത് ഇങ്ങനെ ചേട്ടാ ഇത് ഇപ്പം എന്താ ചെയ്യുന്നത് ഈ പറയുമ്പോൾ ഞാൻ പറയും പേഷ്യൻസ് ആണ് ആദ്യം. എനിക്ക് വേറെ ഒരു കാര്യത്തിൽ ക്ഷമയില്ല, ഈ ഒരു കാര്യത്തിൽ മാത്രം എന്തോ ഭാഗ്യത്തിന് ഇതിൽ മാത്രമേ ക്ഷമയുള്ളൂ. എല്ലാ കാര്യത്തിലും ഒരു കാര്യം ക്ഷമയില്ല. വെപ്രാളമാണ് മൊത്തം. പക്ഷെ ഈ ഒരു കാര്യം ഇപ്പോൾ റെക്കോർഡിങ്സ് ആയാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കലാകാരൻ ജോബേ ഒരു മാസം കഴിഞ്ഞ് ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞാൽ ഒന്നോ ചേട്ടാ 2 മാസം ആയാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല എന്ന് വെച്ചാൽ എപ്പോൾ. അപ്പോൾ എനിക്കറിയാം അത് അന്നാലും അവരുടെ പ്യുവറസ്റ്റ് സാധനം നമുക്ക് കിട്ടുള്ളൂ. അത് നമ്മൾ ധൃതി പിടിപ്പിച്ച ഒരു ആർട്ടിസ്റ്റിന് അത് വൃത്തിയായിട്ടത് ചെയ്യാൻ പറ്റില്ല, അവർ മനസ്സ് തരാൻ പറ്റില്ല എന്നുള്ളത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ആ സ്വാതന്ത്ര്യമുണ്ട്. നമുക്കിപ്പോൾ സിനിമ പോലെ ഡെഡ് ലൈൻ റിലീസ് അങ്ങനത്തെ സംഭവമില്ല, നമ്മൾ തീരുമാനിക്കും നമ്മുടെ റിലീസ്. അപ്പോഴും എനിക്കൊരു സംശയം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ബാക്ക് ചെയ്യാൻ ഒരു സിസ്റ്റം ഉള്ളപ്പോൾ സക്സസ് ആയാലും ഫെയിലിയർ ആയാലും ഒക്കെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഫെയിലിയർ ആയി കുഴപ്പമില്ല, സിസ്റ്റം ഉണ്ടല്ലോ സപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ ജോബിനെ സംബന്ധിച്ച് ഇതൊരു ഒറ്റയാൾ പോരാട്ടമാണ്, ഒറ്റയാൾ യുദ്ധമാണ്. അപ്പോൾ ഫെയിലിയർ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഭയങ്കര ആത്മാർത്ഥത ഇട്ടിട്ട് ചെയ്യുന്ന ഒരു സാധനം ക്ലിക്കായില്ല. ക്ലിക്ക് എന്ന് വെച്ചാൽ ആൾക്കാർ കേട്ടില്ല എങ്കിൽ എനിക്ക് വിഷമമാണ്, അവർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. കേൾക്കാതെ പോകുക എന്ന് പറയുന്ന ഒരു വിഷമമാണ്. അത് എനിക്ക് തോന്നുന്നു എല്ലാ കലാകാരനും അവർ ചെയ്യുന്നത് ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ആഗ്രഹം. നമ്മുടെ ആഗ്രഹം എത്തി ഓക്കെ, അത് അപ്രിഷ്യേറ്റഡ് ആയില്ലെങ്കിൽ അതിൻ്റെ വിധി അതാണ്. അത് എന്നിലേക്ക് മാത്രം ഒതുങ്ങി അല്ലെങ്കിൽ കുറച്ച് പേരിലേക്ക് ഒതുങ്ങി കുറച്ച് വിഷമമൊക്കെ ആവും ഉറപ്പായിട്ട്, നാച്ചുറലി. പക്ഷേ അതിൽ ഞാൻ അങ്ങ് ട്രിപ്പ് ചെയ്ത് പോകാറില്ല. ഞാൻ അടുത്ത പാട്ടിറങ്ങിയാൽ പിന്നെ സത്യം പറഞ്ഞ കമൻസ് പോലും ഞാൻ പോയി നോക്കാറൊന്നുമില്ല. കാര്യം നോക്കും ഇടയ്ക്ക്, അങ്ങനെ ഒബ്സസ്ഡ് ആയിട്ട് നോക്കത്തില്ല. വല്ലപ്പോഴും ഒന്ന് കുഴപ്പമില്ല കുറേ പേരൊക്കെ കേൾക്കും. സോഷ്യൽ മീഡിയ എത്രത്തോളം സ്വാധീനിക്കാറുണ്ട്? ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ വളരെ ഹൈ കിട്ടാൻ ഇപ്പോൾ ഈ കണ്ണോട് കണ്ണായിടം കണ്ടാൽ മതി. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇത് മ്യൂസിക് ചെയ്ത് പോകുന്നത് അല്ലേ. ഇന്നൊരു ഗോഡ് ഫാദറോ ആരും ഇല്ലാതെ നമ്മുടെ ആർട്ട് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നൊരു കാലമല്ലേ. അത് ഇതുകൊണ്ട് മാത്രമല്ല, യൂട്യൂബ് വന്നപ്പോഴല്ലേ നമ്മളെല്ലാം മ്യൂസിക് അപ്രിഷ്യേറ്റഡ് ആയത്. അല്ലാതെ എന്ന് വെച്ചാൽ അതിനു മുമ്പേ ഇപ്പോൾ ചാനൽസിലുണ്ടായിരുന്നെങ്കിലും യൂട്യൂബ് ഒരു വലിയൊരു ഡിഫറൻസ് കൊണ്ടുവന്നിരുന്നു. പണ്ട് ചാനൽസ് അധികം ഇല്ലാത്തൊരു കാലത്ത് വേറെ മീഡിയ ഇത് വന്നതോടുകൂടിയാണ് എനിക്ക് തോന്നുന്നു ചാനൽസിലെ വീഡിയോസ് പോലും അങ്ങോട്ട് ഇട്ടപ്പം അവിടെ നിന്നാണ് കൂടുതൽ. സത്യം. ഇപ്പം ഞാൻ ജോബുമായിട്ട് ഇതിൻ്റെ മുൻപ് നമ്മൾ ചെയ്ത ആ ഇൻ്റർവ്യൂവിൽ ജോബ് വളരെ ആത്മാർത്ഥമായിട്ട്, അത് എനിക്ക് ഭയങ്കര സോൾഫുൾ കോൺവെർസേഷൻ ആയിട്ടാണ് തോന്നിയിട്ടില്ല. അപ്പോൾ അതിൽ ജോബ് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ അതിങ്ങനെ കറങ്ങി 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 എത്രയോ കാലത്തിന് ശേഷമൊക്കെ വീണ്ടും വരുമ്പോൾ ഞാൻ വിചാരിക്കും അത് നമുക്ക് സോഷ്യൽ മീഡിയ തരുന്ന സോഷ്യൽ മീഡിയ ഏറ്റവും വലിയ ഗുണം അതാണ്. എനിക്കൊന്ന് ഏത് ആർട്ട് ഫോമിനും ഇന്ന് പുറത്ത് വരാനുള്ളൊരു സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വിധി പോലെ ഇരിക്കും. അത് നമ്മൾ അതിൻ്റെ നെഗറ്റീവ് സൈഡോ? നെഗറ്റീവ് സൈഡ് ഉറപ്പായിട്ടും ഉണ്ട്. അത് എനിക്ക് തോന്നി അറ്റൻഷൻ സ്പാൻ ഉറപ്പായിട്ടും വിഷമം വരും. അത് എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് വിഷമമാണ് എന്ത് ചെയ്യാല. പക്ഷെ അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് അങ്ങനെ നോക്കാറില്ല. പക്ഷെ കാണുമ്പോൾ ഉറപ്പായിട്ടും വിഷമം. ചേടാ എന്നാലും പുള്ളി എന്തിനാ, നമ്മൾ ഉദ്ദേശം അതായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, വിഷമമാണ്. ബട്ട് സ്റ്റിൽ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടായിട്ട് കണ്ടങ്ങ് അങ്ങനെ പറ്റുള്ളൂ. പൊതുവേ ജോബ് ഭയങ്കര ഷൈ ആണ് അല്ലേ? സ്റ്റേജിൽ കാണുന്ന ഇപ്പൊ തന്നെ ഈ കൂളിംഗ് ഗ്ലാസ് എത്ര കഷ്ടപ്പെട്ടെന്നറിയാമോ ഒരു കൂളിംഗ് ഗ്ലാസ് മുഖത്ത് വെപ്പിക്കാൻ. അതിപ്പോ വെയിൽ ആയോണ്ട് വേറെ വഴിയില്ലാത്തോണ്ട് ഈ ഒരു കൂളിംഗ് ഗ്ലാസ് വെപ്പിക്കാൻ ഞാനൊരു 15 മിനിറ്റ് എടുത്തു എന്ന് പറഞ്ഞാൽ ഇത് കാണുന്നവർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഏതാണ്ട് അത്രയും സമയത്തെ പിന്നെ ഇവിടെ വെയിലും ഒരു രക്ഷയില്ല. ഈ വെയിൽ താങ്ങാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച്. അപ്പോൾ എപ്പോഴും റിയൽ ആയിരിക്കാൻ ശ്രമിക്കാറുണ്ട്, എനിക്കറിയാം. കാരണം കുറേ വർഷമായിട്ട് ഞങ്ങളൊക്കെ ജോബിനെ കാണുന്നുണ്ട്. ഏതാണ്ട് ഒരേ തലമുറയിൽപ്പെട്ട ആളുകളായതുകൊണ്ട് ജോബിൻ്റെ വളർന്ന് വരുന്ന ആ കാലമൊക്കെ നമ്മളൊരു സൈഡിൽ കൂടെ ഒക്കെ നടക്കുന്നവരാണല്ലോ. അപ്പോൾ അതൊക്കെ കാണാറുണ്ട്. ഇത്രയും ഷൈ ആയിട്ടുള്ള ഒരാൾ സ്റ്റേജിലെത്തുമ്പോൾ അങ്ങനെയേ അല്ല. ഞാൻ വിചാരിക്കും ഈ മറ്റേ ഉറഞ്ഞു തുള്ളുന്ന തെയ്യമൊക്കെ പോലെ അവിടെ വേറൊരു എനർജിയാണ്, ആവേശിക്കാന്ന് എനിക്ക് തോന്നുന്നു. ആ ടേമാണ്
അവിടെ എത്തുമ്പോൾ ഇവര് വേറൊരു എനർജി, വേറൊരു ജോബ് കുര്യൻ അവിടെ ഉണ്ടാവാറുണ്ട്. ഇതിന്റെ ഈ ട്രാൻസിഷൻ പോയിന്റ് എവിടെയാ? അത് എവിടെ തൊട്ടിട്ടാ ഇത് കേറുന്നേ? എവിടെ തൊട്ട് ഇത് കേറുന്നതാണ്? ദൈവമേ, ബാധ കേറുന്നതാക്കിയോ? അത്രയില്ലെങ്കിലും ഉറപ്പായിട്ടും അത് എനിക്ക് തോന്നുന്നു ഒരു ഓഡിയൻസ് എനർജി വലിയ ഘടകമാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ചെന്ന് കഴിയുമ്പം ആ ഒരു വാംത്ത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഓരോ സ്റ്റേജിൽ ഓരോന്നാണല്ലോ. ചിലയിടത്ത് ചെല്ലുമ്പോൾ അപ്പോഴേ നമുക്ക് അവർ നമ്മുടെ മ്യൂസിക് ഇഷ്ടപ്പെടുന്നവരാണെന്നും ചിരികളിൽ ചിലപ്പോൾ 2 ചിരി മതി നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ്. പിന്നെ കൂടെയുള്ള നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവരുടെ ഒരു എനർജി, അത് എപ്പോഴും ഞാൻ ഏറ്റവും മനസ്സുകൊണ്ട് അടുത്ത ആൾക്കാരെ മാത്രമായിട്ട് ഞാൻ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു എനർജി ഹ്യൂജ് ബൂസ്റ്റാണ്. കൂടെ നിൽക്കുന്നവരുടെയും ഓഡിയൻസിൻ്റെയും അതെല്ലാം കൂടെ എന്തോ ഒരു മാജിക്കാണ്. ഒരു ദിവസം നമ്മൾ പറയില്ല, ആ ദിവസം ഒരു ശക്തിയാണ്. അത് എല്ലാവർക്കും പല മുഖമാണെങ്കിലും ഒന്നേ ഉള്ളൂ എന്നുള്ള വിശ്വാസമാണ്. എപ്പോഴും കറുത്ത ഷർട്ടും വെളുത്ത മുണ്ടുമാണ് സ്റ്റേജിൽ അധികം കാണാറ്. യൂണിഫോമായി, നീലയും കറുപ്പും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു സ്ഥിരം വേഷമായി മാറിയത്. ഇല്ല, മുണ്ട് ഉടുക്കാൻ ഇഷ്ടമാണ്. എന്ത് പറഞ്ഞാലും സ്റ്റേജിൽ സത്യം പറഞ്ഞാൽ ഡാർക്ക് ഷെയ്ഡ്സ് ആണ് എപ്പോഴും കാണാൻ രസമായിട്ട് എനിക്ക് തോന്നാറില്ല. ഈവൻ വേർത്താലും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചാലും അങ്ങനെ അറിയത്തില്ല. പിന്നെ നമ്മൾ അത്ര പെർഫെക്റ്റ് മറ്റേ 6 പാക്കോ ഫാമിലി പാക്കും കൊണ്ട് നടക്കുന്ന ആണ്. 6 പാക്ക് അല്ലാത്തതുകൊണ്ടും സ്റ്റേജിൽ എപ്പോഴും ബ്ലാക്കോ ബ്ലൂ ഓർ ഡാർക്ക് ബ്രൗൺ ഇങ്ങനത്തെ ഷെയ്ഡ്സ് ആയിരിക്കും നല്ലത്. പിന്നീട് ഫോട്ടോ കാണുമ്പോൾ നമുക്കൊരു ചമ്മലില്ലാത്ത ലെവലിൽ കാണണമെങ്കിൽ അങ്ങനെ ഒരു സമാധാനം തോന്നും. പിന്നെ അതുപോലെ ബ്ലാക്ക് ഇഷ്ടമാണ് പണ്ട് മുതലേ. എനിത്തിങ് മോണോക്രോം ഫോട്ടോസ് മുതൽ എല്ലാം ബ്ലാക്ക് അതൊരു ഇഷ്ടമാണ് എനിക്ക്. എൻ്റെ പോളിസീസും ബ്ലാക്ക് നോക്കിയാൽ ഒന്ന് കുറച്ച് സൂക്ഷിച്ച് നോക്കിയതാണ്. അതിലൊക്കെ ഒരു ആത്മാംശമുണ്ട്. എനിക്ക് തോന്നുന്നു നൊസ്റ്റാൾജിയക്ക് ഇപ്പോൾ കേരളത്തിൽ അത്യാവശ്യം ഒരു ഫോട്ടോ ഒക്കെ വെച്ച് കൊടുക്കാമെങ്കിൽ ഏതാണ്ട് ജോബിൻ്റെ ഒരു മുഖത്തോളം ചേരും. നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ നമ്മുടെ റൂട്ട്സ്, നമ്മുടെ എന്താ പറയുക ബന്ധങ്ങൾ, അങ്ങനെ എല്ലായിടത്തും പാലായനം എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിനോടുള്ള സ്നേഹമുണ്ട്. അങ്ങനെ ഓരോ സോങ് ആയിട്ട് ഞാൻ എടുത്ത് പറയുന്നില്ല എന്നുള്ളൂ, എല്ലാറ്റിലും ജോബുണ്ട്. ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? യെസ്, ബയോഗ്രഫിക്കലാണ് എൻ്റെ പാട്ടുകളൊക്കെ എല്ലാം. യെസ്, എല്ലാം ഒറിജിനലായിട്ട് ഞാൻ വളർച്ചയിൽ നമ്മളെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അത് എങ്ങനെ നൊസ്റ്റാൾജി തന്നെയാണ് അതിൻ്റെ അൾട്ടിമേറ്റ്ലി. എൻ്റെ ചൈൽഡ്ഹുഡ് എൻ്റെ ഒരു സാധനമാണ്. ഈവൻ വിഷ്വലിൽ ഞാൻ കൊണ്ടുവരാൻ നോക്കിയിട്ടുള്ളത്. എൻ്റെ ചേച്ചിയുടെ മോൻ അതിൻ്റെ അകത്ത് അതുകൊണ്ട് സാമ്യം എല്ലാം ചോദിച്ചോളൂ, എന്തൊരു സാമ്യതയാണ്. അത് പിന്നെ അമ്മാവനാകുമ്പോൾ അതങ്ങനെ ജീൻ. ഈ ഹോപ്പ് പ്രോജക്റ്റ് മുഴുവൻ എടുത്ത് നോക്കിയാൽ അതിലൊക്കെ അതെ ഉറപ്പായിട്ടും. അതിപ്പോൾ എല്ലാ പാട്ടുകൾക്കും എനിക്ക് അങ്ങനെ കമ്പോസ് ചെയ്യാൻ ഇഷ്ടവും. നമ്മുടെ തന്നെ ഒരു എക്സ്പ്രസീവായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അതിന് പിന്നെ കള്ളത്തറില്ലല്ലോ, പ്യൂറസ്റ്റ് അല്ലേ. അതിലേക്ക് തന്നെ വളഞ്ഞ് വീണ്ടും അത്രേ ഉള്ളൂ. അത് അങ്ങനെയാണ്, ഞാനായി നിൽക്കുക. അത് തന്നെയാണ് താല്പര്യം. അതിപ്പോൾ സ്നേഹമായാലും വിഷമമായാലും പ്രതിഷേധമായാലും എല്ലാം നമ്മളുടെ ലാംഗ്വേജിൽ പുറത്തേക്ക് പോവുക എന്നുള്ളതാണ്. അത് മ്യൂസിക് ഒക്കെ ആകുമ്പോൾ നേരത്തെ നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞതുപോലെ ചിലപ്പോഴൊക്കെ നമുക്ക് അതിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം ഇത് എന്തൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി ഒരു പ്രോഡക്റ്റ് ആയിട്ട് പുറത്തേക്ക് നമ്മൾ ആർട്ടാണ്, അതേസമയം ഇതൊരു പ്രോഡക്റ്റ്. ഈ കോംപ്രമൈസ് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയ വിഷമമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നഷ്ടമായി എന്തിനെങ്കിലും പറ്റി റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? ഒത്തിരി അങ്ങനെ നഷ്ടമായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ ഇഷ്ടമില്ലാതെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പല നല്ല അവസരങ്ങളും. പക്ഷേ കുഴപ്പമില്ല, അത് നമുക്ക് അതാണ് വിധിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഇങ്ങോട്ട് വന്നോളൂ അല്ലേ? ഈ ഓളങ്ങൾ കാണുമ്പോൾ അത് ഏതെങ്കിലും പാടാൻ തോന്നുന്നുണ്ടോ? ഓളങ്ങളായി കാലങ്ങളിൽ കൈകോർത്തു നാമെന്നും. ഇപ്പൊ നമ്മളെപ്പോഴും പറയുമല്ലോ ഈ കുട്ടനാട് എന്നൊക്കെ പറയുന്നതിന് ഒരു താളമുണ്ട്. ബേസിക്കലി നമ്മൾ കുട്ടനാടിന് വേണ്ടി നമ്മളൊരു മ്യൂസിക് ഉണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ. നെടുമുടിയങ്ങളുടെ ഇൻഫ്ലുവൻസ്, ഞാൻ അതാ ചോദിക്കാം. കാവാല സാറിന്റെ ഇൻഫ്ലുവൻസ്, സാറുമായിട്ടൊക്കെ ഒത്തിരി അടുപ്പമുണ്ടായിരുന്നു. നെടുമുടി വേണു എന്ന് പറയുന്ന ആ വലിയ പ്രതിഭാസത്തിന്റെ ഒക്കെ കൂടെ കുറെ കാലം ഒന്നുമില്ല, അവിടെ ആ വീട്ടിൽ ഒത്തിരി കാലം ഉണ്ടായിരുന്നല്ലോ, എപ്പോഴും ഉണ്ട്. ആ പുള്ളി പോയിട്ട് നമ്മൾ ഫാമിലി പോലെ തമ്പിന്റെ ഭാഗമാണ്. ഞാൻ ഉണ്ണി അദ്ദേഹത്തിന്റെ മകനും ഞാൻ സോൾമേറ്റ്സ് ആണ്. എൻ്റെ ഫാദർ പറയും ഒരു കുഴി പോകാൻ ഇരിക്കുന്നവന്മാരാന്ന് പറയും, അത്രയ്ക്കും ഒരുമിച്ചാണ് എപ്പോഴും. അപ്പോൾ ആൻറ്റി എപ്പോഴും പറയും ആ ഉണ്ണിയെ ഓർക്കുമ്പം ഞാൻ ഓർക്കാതിരിക്കാൻ പറ്റില്ല, അങ്ങനെ ആ ഫ്രെയിമിൽ നമ്മൾ ഒരുമിച്ച്. അപ്പോൾ
അപ്പോൾ ആ വീട്ടിൽ ഞാൻ വളർന്ന പകുതി അവിടെയാണെന്ന് പറയാം വേണമെങ്കിൽ, അത്രയ്ക്കും. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ നടക്കുന്ന അങ്കിള് കാണാൻ വരുന്നവരായാലും അങ്കിള് കേൾക്കുന്ന മ്യൂസിക് ആയാലും അങ്കിളുടെ ശൈലികളും അങ്കിള് മലയാളത്തിൻ്റെയൊക്കെ എന്തെങ്കിലും നമുക്കൊക്കെ ഒരു ഗുണം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ നിന്നൊക്കെ കേട്ടിട്ട് വരുന്നതാണ്. പിന്നെ പുള്ളി അങ്കിൾ വഴി തന്നെയാണ് കാവാലൻ സാറിനെ പരിചയപ്പെട്ടത്, കാവാലൻ നാരായണ പണിക്കർ സാറിന്. അപ്പോൾ സാറുമായിട്ട് കുറേ ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ബേസിക്കലി ഇതൊക്കെ അങ്ങനെ നമ്മൾ കണ്ട ഒരു കലാകാരൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ഇങ്ങനെ. അപ്പോൾ നമുക്ക് കൊച്ചിലെ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു റോൾ, ഒരു ആരാധനയും എന്താ പറയുക. അപ്പോൾ അതൊക്കെ വലിയ ഘടകം. പിന്നെ എൻ്റെ ഫാദർ വളരെ അധികം കുട്ടനാടൻ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ്. ഞങ്ങൾ കൈനകരിക്കാണ്. മനസ്സിലായി ഉറപ്പാണ്. ഞാൻ അവിടെ വളർന്ന ആളല്ല, പക്ഷെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോവുമായിരുന്നു. ആ തറവാടൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾ ചെറുപ്പത്തിൽ ഒത്തിരി ഇടയ്ക്കിടയ്ക്ക് പോയി വരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായ അതിനോടൊരു ഇഷ്ടം. നമ്മൾ ബോട്ടിലും വള്ളത്തിലും ഒക്കെ പോയി വീട്ടിൽ പോയി വരുന്നതും എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊരു പൊടിപ്പരുവത്തിലാണ്, പക്ഷേ അച്ഛൻ വളരെ എന്താ പറയുക ഭയങ്കര മ്യൂസിക് ലവറും. അപ്പോൾ പുള്ളി അവരൊക്കെ ഒത്തിരി കേട്ട ഇൻഫ്ലുവൻസസ് നമ്മൾ കേൾപ്പിക്കുമായിരുന്നു. പിന്നെ രീതിയൊക്കെ ഒരു കുട്ടനാടൻ രീതിയാണ്. വീട്ടിൽ ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി ലെയ്ഡ് ബാക്ക് പാട്ടുകൾ കേട്ട് പല കോമഡിയൊക്കെ പറഞ്ഞ്. അല്ല, ഫാദർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഭയങ്കര ഒരു ബോസി ഫാദറല്ല. ഒരു 8ാം ക്ലാസ്സോടുകൂടി പുള്ളി എന്നെ 9ാം ക്ലാസ്സോടുകൂടി പുള്ളി ലൈക്ക് എ ഫ്രണ്ട് നിയന്ത്രണം നിർത്തി എന്ന് മാത്രമല്ല, പറയുന്നതിനൊക്കെ എല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു സ്ട്രാറ്റജിയാണ് പുള്ളി വർക്കൗട്ട് ചെയ്തത്. ചിലപ്പോൾ ഞാൻ അതുപോലത്തെ ഒരു മുതലായിരുന്നു കൊച്ചി. ചിലപ്പോൾ അല്ല, പുള്ളിക്ക് മനസ്സിലായത് നമ്മൾ ഇച്ചിരി ഓഫ് ബീറ്റ് പരിപാടി. അപ്പോൾ എന്നാൽ അത്ര ഒരു സ്ട്രിക്റ്റോ, പക്ഷെ ആവശ്യത്തിന് എല്ലാം പറഞ്ഞു തരികയും ഞാൻ പറയാം, എൻ്റെ അച്ഛനാണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷനാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ആതിര ജീവിതത്തിലേക്ക് വരുന്നത്. നമുക്ക് ഏറ്റവും പിന്നെ പ്രശ്നം ഉണ്ടാകുന്ന വരുന്ന പാർട്ട്ണർ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരാളാണ്. അതും ഒരുപക്ഷെ പാരൻസ് നമ്മൾ അവിടെ ജനിച്ചതാണ്, അവർക്ക് നമ്മളെ സഹിക്കല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ അതുപോലല്ല, പാർട്ട്ണറുടെ മുന്നിൽ ഓപ്ഷൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ അവരുടെ ഒരു ഓപ്ഷനാണ്. ജോബ് എടുത്ത അത്തരം വളരെ റിസ്കി ആയിട്ടുള്ള തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾക്ക് തുടക്കം തൊട്ട് ആതിരയുടെ ഒരു പങ്ക് അതിൽ എത്രത്തോളം? ഉറപ്പായിട്ടും. കാര്യം സൂപ്പർ സ്റ്റാറിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അതിനെ അറിയാത്ത ആരും ഉണ്ടാവില്ല. മ്യൂസിഷ്യൻ അല്ലേ അടിസ്ഥാനം. അപ്പം ഈ വട്ടൊക്കെ ഒരു പരിധി വരെ അവക്കും കാണും, പക്ഷെ പുറത്തുള്ളത് എനിക്കാണ്. ഞാൻ പിന്നെ പാഷനും ടാലൻറ്റും രണ്ടാണ് എനിക്കെപ്പോഴും തോന്നുള്ളത്. രണ്ടും കൂടെ ഇപ്പം ഞാൻ ടാലൻറ്റഡ് ഇത് ഉറപ്പായിട്ടും ഒരു ഗിഫ്റ്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ഗിഫ്റ്റ്. പക്ഷെ അതിൻ്റെ അളവിൽ കൂടുതൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ആതിര ഈസ് എ ഗിഫ്റ്റഡ് സിംഗർ. ഞാനെപ്പോഴും ഇപ്പം പാടിയാലും ഭയങ്കര രസമാണ്. ഒട്ടും പ്രാക്ടീസ് ഇല്ലാതിരിക്കുന്ന സമയത്തും ഞാനെന്ന് വെച്ചാൽ ഒരു 3 ദിവസം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ധുമ്മും താഴെ പോകും. അപ്പോൾ നമ്മൾ അയ്യോ ഒന്നും ചെയ്തില്ല അങ്ങനെ അതുപോലെ ഞാനെനിക്കതിൽ കാര്യമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അത് രണ്ടും പക്ഷെ പുള്ളിക്കാരി അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും, നമ്മുടെ മൂഡ് സ്വിങ്സും എന്താണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്, ഒരു നോട്ടത്തിൽ കാര്യം പിടികിട്ടും. ബിക്കോസ് ഷീസ് ആൻ ആർട്ടിസ്റ്റ് ഹെർസെൽഫ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ കയറി വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പുള്ളിക്കാരിയാണ്. അതൊരു ബ്ലെസ്സിങ് ആണ്. ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഓരോരുത്തർക്കും ഓരോന്ന് തലവരെയാണ്. തീരുമാനം എടുത്തു വലിയ പ്രൗഡായിട്ട് പറയുന്നതിലുപരി എനിക്ക് തോന്നുന്നു അതൊരു ഡെസ്റ്റിനി, ഒരു വരയാണ്. എത്ര പേര് നമ്മൾ തീരുമാനം എടുത്തിട്ട് തെറ്റിപ്പോയിട്ടുണ്ട് നമ്മുടെ മുന്നിൽ തന്നെ അറിയുന്നവർ. ആ തീരുമാനത്തിനേക്കാൾ ഉപരി അതൊരു ഗിഫ്റ്റാണ്. മോർണിംഗിലും അത് ശരിയാണെന്ന് തെളിയുമ്പോൾ അതിപ്പോ ഒരു പരിപാടി ഇല്ല. ഈ 10,000-2000 പേരെ മേയിച്ചുകൊണ്ടിരുന്ന ഒരു മാനേജർ അതിലും വലിയൊരു ടാസ്ക് ഏറ്റെടുത്തിട്ട് ജോബിനെ മേയ്ക്കുന്നു എന്നാണ് ഒരു കരക്കമ്പി. അങ്ങനെയാണല്ലേ കരക്കമ്പി. ഓക്കെ, അല്ല ഉറപ്പായിട്ടും പാട് തന്നെയാണ്. പക്ഷെ വളരെ നിഷ്പ്രയാസം, ഈസി. ഉറപ്പായിട്ടും പുള്ളിക്കാരിക്ക് അത് ഈസിയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഈ ജനറേഷൻ്റെ ഒരു പ്രത്യേകത, നമ്മളൊക്കെ എപ്പോഴും കാണുന്നുണ്ട്, മറ്റേ ചെയ്യുന്ന വർക്ക് കാണുന്നുണ്ട്, നമ്മുടെ വർക്ക് അവർ കാണുന്നുണ്ട്. പക്ഷേ വളരെ ആരോഗ്യകരമായി ഓരോരുത്തരും അവനവൻ്റെ ഒരു സ്പേസ് ഡിഫൈൻ ചെയ്തിട്ട് ഈ സ്പേസിൽ നിൽക്കുന്ന ആളെ മറ്റേ ആളെ വളരെ ബഹുമാനത്തോടെ കാണുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അക്നോളജ് ചെയ്യുന്നു അല്ലേ? അത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇതിന്റെ മുമ്പത്തെ തലമുറയിൽ എത്ര ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇല്ല അല്ലേ? ആ
നിങ്ങൾക്കിടയിലുള്ള ഒരു ബോണ്ടിങ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഹരീഷ് ശിവരാമകൃഷ്ണൻ ജോബ് കുര്യന്റെ പദയാത്ര പാടാൻ വരുന്നു അല്ലേ, അത് നമുക്ക് ഇതിന്റെ മുമ്പത്തെ ജനറേഷനിലാണെങ്കിൽ ആലോചിക്കാൻ ഒരു ഇച്ചിരി പ്രയാസമുള്ള ഒരു കാര്യമാണ്. ജോബിന്റെ പാട്ട് പാടാനാണ് ഹരീഷ് വരുന്നത് അല്ലേ. അതെ, അത്രയും റിസെപ്റ്റീവായിട്ട് അതിനെ കണ്ട് വന്ന് സഹകരിച്ച് ഇന്നും ആ സ്നേഹം അതെല്ലാം അതിൻ്റെ അപ്പുറത്ത് വളർത്തി പോരുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞ് നമ്മളെല്ലായിടത്തും ഒരുമിച്ച് അത് പാടുന്നില്ല. ഞാൻ വിളിക്കാത്തതിലെ പുള്ളിക്ക് പരിഭവവും ഇല്ല. അത് നടക്കില്ല, പ്രാക്ടിക്കലല്ല. അപ്പോൾ എൻ്റെ എല്ലാ കോൺസേർട്ടും ഹരീഷിനെ ഫീച്ചർ ചെയ്യാൻ പറ്റുമോ? അത് ഓർഗനൈസേഴ്സിനും പറ്റില്ല. പക്ഷേ എന്നാൽ ഓരോ വിളിയിലും അതേ നിർത്തിയെടുത്ത് വെച്ച് തുടങ്ങാൻ ഞങ്ങൾക്ക് പറ്റാറുണ്ട്. മേ ബി അത് ആ റെസ്പെക്റ്റ് ആയിരിക്കും. പുള്ളിക്ക് ഞാൻ ചെയ്യുന്ന ഒരു അറ്റംപ്റ്റിനോട് ഒരു റെസ്പെക്റ്റ് ഉണ്ട്, എനിക്ക് ഞാൻ പുള്ളി ചെയ്യുന്ന ഒരു അറ്റംപ്റ്റിനോടും മ്യൂസിക്കിനോടും ആദരവോടെ തന്നെയാണ് മ്യൂച്വലി കാണുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു നല്ല സൈനായിട്ടാണ് തോന്നുന്നത് എനിക്ക്. അതൊരു റീസണായിട്ടും തോന്നുന്നത് മേ ബി ഈ എല്ലാവർക്കും ആ സ്പേസ് ഡിഫൈൻ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് ഇന്നും ഉണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കും നമ്മൾ പറയുന്നത് ചിലപ്പോൾ ആ ഒരു ദൂരദർശനും ഒരു മാത്രമേ ഉള്ളൂ, അതിലും അവസരങ്ങൾ വളരെ കുറവാണ്. അതെ അതെ, ആ ഒരു ഭയമുള്ള കാലം ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, അതിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇന്ന് മേ ബി പ്ലാറ്റ്ഫോംസ് വലുതാണ്, എല്ലാവർക്കും ഒരു സ്പേസ് ഡിഫൈൻ ചെയ്യാനുള്ള മീഡിയവും ഉണ്ട്. അതുകൊണ്ട് ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കീഴ്പ്പെടുത്തി പോകേണ്ട കാര്യം ഇന്നത്തെ തലമുറയിൽ ഇല്ല. മേ ബി അതായിരിക്കും ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റിനെ മാറ്റി നിർത്തുന്ന ഒരു ഘടകം. ആ ഒരു സെക്യൂർഡ് ഫീലിംഗ് ആയിരിക്കാം. അത് മേക്കിട്ട് കയറില്ല, അതല്ലെങ്കിൽ അത്ര മോശം വ്യക്തിത്വമായിരിക്കും, അവരൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഏറ്റവും അവസാനം കണ്ടത് തുടങ്ങിയെടുത്ത് തിരിച്ചു വരികയാണെങ്കിൽ ചായ് മെറ്റ് ടോസ്റ്റ്, ചായയും ടോസ്റ്റും കൂടെ കൂടുന്നത് പോലെ ആയിരുന്നു ജോബിനടുത്ത്. ഡ്രീം ലാൻഡ്, ഈ നാടിനെ പറ്റി, നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാട്ടിനെ പറ്റി തന്നെയാണ് ആ പാട്ട്. ആ പാട്ട് പാടാൻ നേരത്ത് അവരുടെ മനസ്സിൽ ജോബേ വന്നുള്ളൂ അല്ലേ. അതൊരു ഭാഗ്യമാണ്. അതൊക്കെ ഇപ്പൊ നമ്മളുടെ ഒരു കേരള ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഇപ്പോഴും പറയാം ഒരു ശൈശവത്തിലാണ്. നമുക്കതിനെ ഒരു കൗമാരത്തിലെത്തി എന്ന് പറയാൻ വേണമെങ്കിൽ, യൗവനായിട്ടില്ല, കൗമാരത്തിലെത്തിയിട്ടുണ്ട്. ജോബ് തുടങ്ങുമ്പോൾ അത് ശൈശവത്തിലായിരുന്നു, ഒരു ബേബി സ്റ്റെപ്സ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ കുറേ കൂടിയൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവരൊരു പാട്ട് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ജോബിനെ പിക്ക് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ ക്യാൻവാസ് കുറച്ചും കൂടെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആ ഒരു കൊളാബറേറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ട്, ചേരുന്നത് ചേർക്കാനുള്ള ഒരു അവസരം ഇന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ചേരാത്തത് ചേർത്താൽ ഏച്ചുകെട്ടി മുഴിച്ചിരിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ അത് അതിനുള്ള സ്വാതന്ത്ര്യം, അവർ ആ റെസ്പെക്റ്റിൻ്റെ കാര്യം ഇവിടെയൊക്കെ അതാണ്. അവരെന്നെ പാടാൻ വിളിക്കുമ്പം അങ്ങേയറ്റം സ്നേഹം നമ്മൾ പരസ്പരം ഉള്ള കാര്യം നമുക്കറിയാമല്ലോ ബോഡിയിൽ. അപ്പോൾ ചേട്ടാ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, പാലിയാണ് എന്നെ വിളിക്കുന്നത്, പാലിൻ്റെ കമ്പോസർ. ഇത് മറ്റേ സൗദി വെള്ളക്കയുടെ ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്, നല്ല. അപ്പോൾ പാലി വൺ ഓഫ് ദി മെമ്പേഴ്സാണ് ചായ് മെറ്റ് ടോസ്റ്റിൻ്റെ. അപ്പോൾ അവരെല്ലാ പിള്ളേരും എല്ലാവരും എനിക്കറിയാം, അശ്വിനെയും എല്ലാവരും എനിക്കറിയുന്ന അച്യുത്. അപ്പോൾ അവർ വിളിക്കുന്നത് അങ്ങനെയാണ് വിളിക്കുന്നത്, അത്രയും റെസ്പെക്റ്റ്ഫുള്ളായിട്ടാണ്. ചേട്ടാ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഈ ഭാഗം പാടിയാൽ നന്നായിരിക്കും എന്ന് അയച്ചു തന്ന് വായിച്ചപ്പോൾ എനിക്ക് തോന്നി കൊള്ളായിരിക്കുമല്ലേ, പാടാൻ എനിക്കും തോന്നി. ആ സ്പേസ് ഉണ്ട്, ആ ഒരു മ്യൂച്വൽ റെസ്പെക്ട് എന്തായാലും അതറിയാം. കാരണം അവരിവിടേക്ക് വന്ന് സത്യത്തിൽ വെൻ ചായ് മെറ്റ് ടോസ്റ്റ് മലയാളികൾ ഉണ്ടെന്ന് ഒരുപക്ഷെ ഇപ്പം എൻ്റെ മകനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടുമായിരിക്കും. കാരണം എന്താ വെച്ചാൽ അവർ വിചാരിക്കുന്നത് ഒരു കംപ്ലീറ്റ് വേറെ ഏതോ ഒരു സ്ഥലത്തുള്ള സാധനമാണ്. അപ്പം അവർ വന്ന് ജോബിനോട് പറയാണ്. അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിശാലമായ ഒരു ക്യാൻവാസ്. എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കൊളാബറേഷൻസ് ഇപ്പം ഇത്രയും വർഷമായിട്ട് ഞാനിങ്ങനെ ശ്രമം നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു ഓഡിയൻസ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ പ്രേക്ഷകർ, അവരിലേക്ക് അവരുടെ മ്യൂസിക്കും എത്തും. അവരുടെ ഒരു ഫോളോയിങ് ഉണ്ടല്ലോ, അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് നമ്മളും എത്തുകയാണ്. അതൊരു പരസ്പര എന്താ പറയുക, ഒരു സ്നേഹത്തോടുള്ളൊരു ബാട്ട സിസ്റ്റം. അതെ, ഒരു സംഭവമാണ് ഈ കൊളാബറേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് വേറൊരു കാര്യം ഞാൻ പുള്ളിക്കാരുടെ ഞാൻ ഷെയർ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ, ഈ കൊളാബറേഷൻസ് വിളിക്കുമ്പോൾ ആ വിളിക്കുന്ന ആർട്ടിസ്റ്റിനെ ഏറ്റവും എങ്ങനെയാണ് നല്ലോണം ഉപയോഗിക്കുക, അതിലാണ് അതിൻ്റെ കൊളാബറേഷൻ്റെ വിജയം. എനിക്ക് തോന്നുന്നു അതിൽ 4 വരിയാണ് ഞാൻ പാടിയിട്ടുള്ളത്. ആ 4 വരി ആ പാട്ടിലെ ഏറ്റവും ഹുക്കി ആയിട്ടുള്ള ഏരിയയിലാണ് ആ 4 വരി. അത് അത്രയും അവർ ബ്രോഡ് മൈൻഡഡ് ആയതുകൊണ്ടാണ് ആ 4 വരി എനിക്ക് പാടുന്നത്. ഞാൻ ഏത് വരി വിളിച്ച് അതിലേത് വരി പാടാൻ പറഞ്ഞാൽ ഞാൻ പാടും. കാരണം ആ പാട്ട് എനിക്ക് റിലേറ്റ് ചെയ്തു, അവർ അത്രയും സ്നേഹത്തോടെയാണ് വിളിച്ചത്, അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ ചെയ്യും. പക്ഷെ അവരത് ഏറ്റവും ചൂസ് ചെയ്ത് അതിൻ്റെ അകത്ത് ഏറ്റവും ഭംഗിയുള്ള 4 വരി വിളിക്കുന്ന ആർട്ടിസ്റ്റിനെ ഏറ്റവും റെസ്പെക്റ്റ്ഫുൾ ആയിട്ടൊരു ഏരിയയിലാണ് പ്ലേസ് ചെയ്തത്. അത് ഐ തിങ്ക് ഗ്രേറ്റ് ജസ്റ്റർ ബൈ ദം.
അത് ഞാൻ അവരുടെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല ഇത്. കാര്യം വെച്ചാൽ അല്ല, ഞാൻ എന്നെപ്പോലെ ഒരു നമ്മളൊക്കെ അല്പം കൂടെ പഴയ ആൾക്കാരെന്ന് തന്നെ പറയാം, ഭയങ്കര പഴയതല്ലെങ്കിൽ നടുക്കാണ് അല്ല. അപ്പോൾ നമുക്ക് അതൊക്കെ അങ്ങനത്തെ ചെറിയ ചെറിയ ജസ്റ്റേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാഷ്വലായിട്ടല്ല ഞാൻ ഒരു കാര്യവും കാണുന്നത്. ഞാൻ വളരെ സീരിയസ് പേഴ്സണാണ് പല കാര്യങ്ങളും. പക്ഷേ അപ്പോൾ ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ വലിയ കാര്യങ്ങളാണ്. നമ്മളെ വിളിക്കുമ്പോൾ അവർ ആ ഒരു സ്നേഹത്തോടെയും അങ്ങേറ്റ റെസ്പെക്റ്റോടു കൂടിയാണ് വിളിച്ചതിൻ്റെ ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത്. ആ പാട്ടിൽ ഓ കിളികൾ പാടും നിരകളായി അല്ല, ആ വരികൾ അവിടെ എത്തുമ്പോൾ ഒരു വേറൊരു ഹൈ ആണ് പെട്ടെന്ന്. അത് ബേസിക്കലി ബിക്കോസ് അവരങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അത് എൻ്റെ മുടുക്കേ അല്ല, അത് ആ മ്യൂസിക് ചെയ്തിരിക്കുന്ന ഫോർമാറ്റ് അവിടെ എത്തുമ്പോൾ പീക്ക് ചെയ്യാനാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ഞാൻ വന്നു എന്നുള്ളതേ ഉള്ളൂ ആക്ച്വലി. അല്ല, എനിക്ക് സീരിയസ്ലി അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പം ഞാനും വലിയ ഹമ്പിളായതൊന്നുമല്ല. അതാ പാട്ടിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്. മേ ബി അത് കറക്റ്റായിട്ട് ജോബേട്ടൻ അല്ലെങ്കിൽ അവരെ വിളിക്കുന്നത് അങ്ങനെയാണ്. ജോബേട്ടൻ അവിടെ വരുമ്പോൾ അത് ഭയങ്കര എലിവേഷൻ കിട്ടുന്ന സ്ഥലമാണ്. മേ ബി അത് ഭയങ്കര എത്ര പേരങ്ങനെ ബ്രോഡായിട്ട് ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല. മേ ബി അപ്പോൾ ഓണാണ്. നമ്മൾ സത്യത്തിൽ ഓണത്തെ പറ്റി ഒന്നും പറഞ്ഞേ ഇല്ല. ഓണത്തിന് എനിക്കറിയാം ജോബിനെ പോലെയുള്ള ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരെ കാണാനുള്ള ഒരു ഫെസ്റ്റിവലാണ്. യാത്രയായിരിക്കും, മുഴുവൻ യാത്രയായിരിക്കും, എപ്പോഴും യാത്രയായിരിക്കും. അങ്ങനെ ഈ കുട്ടനാട്ടിലെ ഓണോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ കനകക്കുന്നിലെ ഓണമാണ് തിരുവനന്തപുരത്തിൻ്റെ ഓണം. അതൊക്കെ ഓണമൊക്കെ മിസ് ചെയ്യാറുണ്ടോ? ഉറപ്പായിട്ടും ഓണം നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വരാൻ സാധ്യതയുള്ള സമയമുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. ഏതെങ്കിലും ഭയന്മാരെ ഉണ്ടോ? ഇപ്പോൾ എല്ലാവരും പല വഴിക്കല്ലേ. പക്ഷേ ഓണത്തിന് സാധ്യതയുള്ള എല്ലാവരും ഫാമിലി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഗെറ്റ് ടുഗെദറോ എവിടെയെങ്കിലും പോയി ഓടി നടന്ന് സദ്യ അടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓണത്തിന്. ഏറ്റവും സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ഓണം ആവട്ടെ എല്ലാവർക്കും, പ്രേക്ഷകർക്കും. പ്രേക്ഷകരോട് എന്താ പറയാ പറഞ്ഞോളൂ. ഹാപ്പി ഓണം ഡിയേഴ്സ്. ഏതെങ്കിലും സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി ഒരു നമുക്ക് അവിടെയും കാണാം. അവിടെയും ഈ പ്യോറായ മ്യൂസിക് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്ന. കാരണം എന്താ വെച്ചാൽ അങ്ങനെയുള്ളവരെ കാണൽ വളരെ ചുരുക്കമാണ്. ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ എന്താ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ എന്താ അപ്പോൾ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, മുടിയാട്ടും കടലും കണ്ടേ കലിയാടണ കാടും കണ്ടേ പൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. ഞാൻ എന്ന ഭാവം ഇല്ലാതെ നമുക്ക് ഈ ഓണം നമുക്കൊക്കെ അങ്ങ് ആഘോഷിക്കാം, സന്തോഷമായിട്ടിരിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം.